അപ്പോൾ നമ്മളിവിടേക്ക് ഒരു നബിദിന റാലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിവിടെ ദഫൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരം നിന്ന് അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ നിൻ്റെ അനിയത്തിയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ചോറ് ഞാൻ വെച്ചു, ഓളിങ്ങനെ ചിക്കൻ പൊരിച്ചിട്ട് അതുകൊണ്ട് ഇതേപോലെ അങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കായാണ് കേട്ടോ തേങ്ങ അരച്ചിട്ട് കറി വെച്ചിരിക്കണത്. നമ്മളെ നീന്ത്രക്കായയുടെ പച്ചക്കായ ഉണ്ടല്ലോ, ആ കായ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ കാക്കൊരു സംഭവം ഉണ്ടാക്കിയിരിക്കണമല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കായ്ക്കോള് കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ വെട്ടിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയൊക്കെ തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഓളെ വീട്ടിൽ പോയാലും ഇതേപോലെ അങ്ങനെ പണിയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ കുക്കിംഗ് അല്ല എന്തെങ്കിലുമൊക്കെ ഓളെ സഹായിച്ചു കൊടുക്കും കേട്ടോ. ഇതേപോലെ ഓളും ഇവിടെ വന്നപ്പോൾ എന്നെ സഹായിച്ച്. ഞങ്ങൾ കൊടക്കാട് വീട്ടിൽ പോയാൽ പിന്നെ എല്ലാവർക്കും പണിയെടുക്കാനൊക്കെ ഒരു മടിയേക്കാരം കേട്ടോ. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിരുന്ന് പോയാൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സഹായിച്ചു കേട്ടോ. പിന്നെ ഉമ്മയാണെങ്കിലും ഇന്നലെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഓളെ വരെ പോയാലും നമ്മൾ വിരുന്ന് നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, ചെയ്യും കേട്ടോ. ഓളെയും സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. എല്ലാതും ഒന്ന് ഓളാണ് ഫുഡൊക്കെ ഉണ്ടാക്കി പണികളൊക്കെ ചെയ്തത്. എനിക്കാണെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി ഫുഡ് കഴിക്കുക പറഞ്ഞാൽ പിന്നെ അതിനോളം വേറെ ഒന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പേരിൽ പോയി നിന്നപ്പോൾ അവിടെ അമ്മ നേരത്തെ നീച്ചിട്ട് നേരത്തെ കിടക്കും ചെയ്യും, നേരത്തെ നിൽക്കണം അങ്ങനെയാണ് കേട്ടോ അമ്മ. അപ്പോൾ നേരത്തെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ അമ്മ. ഞങ്ങൾ നീക്കുമ്പോഴത്തേന് ഫുഡായിട്ടുണ്ടാവും. ഞാൻ നീച്ചപ്പത്തിന് പുട്ടും ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ എത്തിയോ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാനുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓൾ പോയപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ കൂടെ. ഓളോളെ വീട്ടിലേക്കാണ് പോയത്, ഞാൻ എൻ്റെ വരേക്കാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങൾക്ക് മണ്ണാർക്കാടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. ഓൽക്കാണ് കേട്ടോ വാങ്ങിക്കാനുള്ളത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാണ്ടായിരുന്നില്ല. അവർക്ക് 2 ഷാൾ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് ഓൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഓല് വാങ്ങി. പിന്നെ പരാഗൊന്നും എന്തൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് കല്യാണമൊക്കെ അല്ലേ. അപ്പോൾ പരാഗ് ചെന്നപ്പോൾ നല്ല ചുരിദാറിൻ്റെ ബിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ആവശ്യം അനുസരിച്ച് മുറിച്ച് തരും കേട്ടോ. പാൻറ്റ് വേറെയും ഷാൾ വേറെയും ടോപ്പിനുള്ളത് വേറെയൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്രിൻ്റഡ് ആയിട്ട്, അതുകൊണ്ട് തുണി തികയില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കൊടക്കാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓളങ്ങനെ ഓളെ വീട്ടിലേക്ക്, നാട്ടിലാട്ടോ ഓളെ വീട്, ഓളങ്ങോട്ടും പോയി.